നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം മൂഡിൽ മലയാളികൾ, നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിലായി. ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ ട്രെയിൻ മാർഗമാണ് MDMA തൃശൂരിൽ എത്തിച്ചത്. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ ഗുഡ്സ് ഷെഡിന് സമീപത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്ന് വാങ്ങാൻ മറ്റൊരാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തും എന്നുള്ള രഹസ്യ വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. മൂവരുടെയും അറസ്റ്റ് വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങിയത്, ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, സന്തോഷ് കാവനാട്, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കൊരപ്പത്ത്, അർജുനൻ വടേക്കാട്ടിൽ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കുന്ന് പുള്ളിശ്ശേരി വീട്ടിൽ 27 വയസ്സുള്ള ലിയോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചാര നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഓഗസ്റ്റ് 27 വൈകിട്ട് 6 മണിക്ക് കല്ലൂരുള്ള വീട്ടിലും പരിസരത്തും പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ലിയോഷിനെ കല്ലൂരിലെ വീട്ടിൽ നിന്നും പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലിയോഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസും 1 അടിപിടി കേസുമടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നവീൻ, അരുൺ, യദു, ഷഫീഖ്, പ്രിൻസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ എത്തിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റത്തൂരിലെ BJP BMS പ്രവർത്തകനായിരുന്ന അഭിലാഷിന്റെ 10ാം ബലിദാന ദിനം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP നേതാക്കളായ A. നാഗേഷ്, PK ബാബു, വിജയൻ മേപ്പുറത്ത്, അരുൺ പന്തല്ലൂർ, കവിത പ്രസാദ്, RSS കാര്യകർത്താക്കളായ KR ദേവദാസ്, M. കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 5 മുരിക്കങ്ങലിൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് BV പോക്കാക്കില്ലത്ത് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ ലൈല ബഷീർ, സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, അംഗനവാടി അധ്യാപകരായ ലിസി ബാബു, സതി ദേവി, ബിന്ദു സത്യൻ, പാലിയേറ്റീവ് സിസ്റ്റർ സിസിലി സുരേന്ദ്രൻ, ആശാ വർക്കർ സുലോചന അശോകൻ, തൊഴിലുറപ്പ് മേറ്റുമാരായ ഗ്രേസി വർഗീസ്, ജിനി ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കലാകായിക മത്സരങ്ങളും സേവനരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ, അംഗനവാടി അധ്യാപകർ, പാലിയേറ്റീവ് സിസ്റ്റർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീ CDS, തൊഴിലുറപ്പിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു. വേലൂപ്പാടം ഗവൺമെന്റ് മോഡൽ പ്രീ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അധ്യാപിക ഉഷ മുരളി, PTA പ്രസിഡന്റ് TS രഞ്ജിത്ത്, സെക്രട്ടറി മൃദുല, അഖിലേഷ്, ആയ PR സുലോചന എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെയും അമ്മമാരുടെയും ഓണക്കളികളും തിരുവാതിരക്കളിയും അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. പേരമ്പ്ര
ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 20 കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി കാഞ്ഞിലശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, ജോയ് നെല്ലിശ്ശേരി, ലയൺസ് സോൺ ചെയർമാൻ PD ജോൺസ്, ക്ലബ് സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ്, ലീമ തോമസ് എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര കൈലാസം ബാലഗോകുലം ഓണാഘോഷം സംഘടിപ്പിച്ചു. രാജേഷ് മാസ്റ്റർ, KT സുരേഷ് എന്നിവർ സന്ദേശം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയും ഓണക്കളികളും ഉണ്ടായിരുന്നു. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമാണ് ഈ ഓണനാളുകളിൽ നടക്കുന്നത്. നാട്ടിലെ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ മാവേലിയും എത്തുന്നു Nctv-യോടൊപ്പം. ഓണക്കാലത്ത് വിപണിയെ പരിചയപ്പെടുത്താൻ Nctv ഒരുക്കിയ മാവേലി ഷോപ്പിംഗ് വൈബ് എന്ന പരിപാടി കാണാം. എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ. ഓരോ 2000 രൂപയുടെ പർച്ചേസിനും 250 രൂപയുടെ ഫ്രീ പർച്ചേസ്. ഓണം കളറാക്കാൻ ഗംഭീര ഓണ സമ്മാനവുമായാണ് പുതുക്കാട് പാഷൻ പെറ്റൽസ് ഈ ഓണത്തെ വരവേൽക്കുന്നത്. തിരുവോണം വരെ പാഷൻ പെറ്റൽസിൽ നീണ്ടു നിൽക്കുന്ന സമ്മാനോത്സവ വിശേഷങ്ങൾ കാണാം. Nctv-യുടെ മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതുക്കാടുള്ള പാഷൻ പെറ്റൽസ് എന്ന സ്ഥാപനത്തിലാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ വലിയ വികാരമാണ്. ഓണത്തിന് ഒരു ഓണക്കോടി എന്ന് പറയുന്നത് എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നമാണ്. ഓണക്കോടി വാങ്ങാൻ പുതുക്കാട്ടുകാർക്ക് ഇനി തൃശ്ശൂർ നഗരത്തിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോകേണ്ടതില്ല. ഏറ്റവും മികച്ച ട്രെൻഡി വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷനുമായി പുതുക്കാട് പാഷൻ പെറ്റൽസ് ഒരുങ്ങിക്കഴിഞ്ഞു. മാവേലി ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കളക്ഷൻ അമ്പരിപ്പിക്കുന്നതാണ്. എന്ത് തോന്നുന്നു? അതെ, കഴിഞ്ഞ ഓണത്തിന് കാണാത്ത കുറേ കാര്യങ്ങൾ കണ്ട ഒരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ലൊരു ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. അവർ നന്നായിരിക്കും, എല്ലാവർക്കും വളരെ ഉപകാരമാകും അത്. ഓണത്തിന് പാഷൻ പെറ്റൽസിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ എന്താണ്? എല്ലാ പർച്ചേസിനും ഉറച്ച ഒരു സമ്മാനം അതുണ്ട്. അതുകൂടാതെ 2000 രൂപയുടെ പർച്ചേസിന് 250 രൂപയുടെ അപ്പം തന്നെയുള്ള ഒരു ഫ്രീ പർച്ചേസ്. അതുകൂടാതെ സമ്മാനങ്ങൾ വേറെയുമുണ്ട്. ഏതായാലും ഈ ഓണം ഒരു മികച്ച വൈബാക്കി മാറ്റുകയാണ് പാഷൻ പെറ്റൽസ്. എല്ലാ ഉപഭോക്താക്കൾക്കും പുതുക്കാട് പാഷൻ പെറ്റൽസിലേക്ക് സ്വാഗതം. വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളാണ് പുതുക്കാടുകാരുടെ സ്വന്തം ന്യൂ ശോഭ സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സിൽ ഓണത്തിന് എത്തിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. Nctv മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതുക്കാട്ടുകാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകിയ ന്യൂ ശോഭ സിൽക്കിലാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശോഭ സിൽക്സ് പുതുക്കാടിനെ സംബന്ധിച്ചിടത്തോളം പുതുക്കാട്ടുകാരുടെ ഒരു വികാരമാണ്. ഈ ഓണത്തിനും 2025-ലെ ഈ പുതിയ കാലത്തെ ഓണത്തിനും പുത്തൻ ട്രെൻഡി വസ്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ തുടങ്ങി എല്ലാവർക്കും വേണ്ട മുഴുവൻ വസ്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് ശോഭ സിൽക്സ് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. മാവേലി ഈ പുതുക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം
വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ശോഭ സിൽക്സിൽ നമുക്കറിയാം ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് രാവിലെ തന്നെ. എല്ലാ ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും എല്ലാത്തരം വസ്ത്രങ്ങൾക്കും വേണ്ടി നഗരത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം പുതുക്കാട്ടുകാർക്കില്ല. എങ്ങനെയാണ് ഇവിടേക്ക് വരുമ്പോൾ ഒരു അനുഭവം? എല്ലാ വർഷം വരുമ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പുതുക്കാട്ടുകാർക്ക് വലിയൊരു ആഘോഷം തന്നെയാണ് ഓണവും ഈ ഷോപ്പിങ്ങും. ഇത് എല്ലാവർക്കും ആഘോഷമാവട്ടെ. ഈ ഓണത്തിന് നമുക്കറിയാം 2025 ഓണക്കാലത്ത് വരവേൽക്കുന്നത് വലിയ സമ്മാനങ്ങളോടെയാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ നൽകുന്നുണ്ട്. ആ കൂപ്പണുകളിൽ വലിയ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്തൊക്കെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ശോഭ സമ്മാനിക്കുന്നത്? ആഴ്ചയിൽ 1000 രൂപ വരെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഫ്രീ പർച്ചേസ് 10 പേർക്ക് പ്രൈസ് കിട്ടുമ്പോൾ. പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, മിക്സി എല്ലാം ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ പുതിയ കാലത്തെ ഓണത്തിൽ 2025 ഒരു ന്യൂജൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങൾ മുതൽ നമ്മൾ എല്ലാ കാലത്തുമുള്ള കസവ് സാരികൾ, ഓണത്തിൻ്റെ സ്പെഷ്യൽ വസ്ത്രങ്ങൾ, എങ്ങനെയാണ് ഒരു കളക്ഷൻ എങ്ങനെയാണ്? എല്ലാ മോഡലും എല്ലാവർക്കും ഇഷ്ടം. സാധാരണക്കാർ മുതൽ എല്ലാവർക്കും മോഡേണും എല്ലാം ഉണ്ട്, എല്ലാതും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഓണവിപണി ഉണർന്നു? തിരക്കും ഇപ്രാവശ്യം നേരത്തെയാണ്. എല്ലാ പ്രാവശ്യത്തേക്കാളും നല്ല നേരത്തെയാണ് എല്ലാം തുടങ്ങിയിരിക്കണത്. തിരക്കും നേരത്തെയാണ് തുടങ്ങിയിരിക്കണത്. അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ കഴിയുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ തിരക്ക് വരിക. ഇപ്രാവശ്യം നേരത്തെ തന്നെ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റണ്ണിങ് കളക്ഷൻ നന്നായിട്ടുള്ള കാരണം കൊണ്ട് അതിൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. തയ്ക്കാൻ സമയം വേണമല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് തിരക്ക് ഇപ്രാവശ്യം. അപ്പോൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച വസ്ത്രവിപണിയിലെ ഓണത്തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ശോഭയിൽ. ഉപഭോക്താക്കൾക്ക് വമ്പൻ സമ്മാനങ്ങളും മികച്ച കളക്ഷനും ഒരുക്കിയാണ് ശോഭ സിൽക്സ് ഈ ഓണം ഏറ്റവും മനോഹരമാക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാകുന്ന പുല്ലോക്കാരൻ ജ്വല്ലറിയിൽ നിരവധി ഓണസമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 10 ഓണം വരെ 1 ലക്ഷത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണപ്പുടവ സമ്മാനം, അരപ്പവന് മേലെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ, കൂടാതെ ഡയമണ്ട് മോതിരം സമ്മാനമായി നേടാനുള്ള അവസരവും പുല്ലോക്കാരനിൽ ഉണ്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. Nctv മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതുക്കാടിൻ്റെ തിലകക്കുറിയായിട്ടുള്ള പുല്ലോക്കാരൻ ജ്വല്ലറിയിലാണ്. ഈ ഓണത്തിന് മികച്ച ഓഫറുകളും വലിയ കളക്ഷനുമായാണ് പുല്ലോക്കാരൻ ജ്വല്ലറി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ഈ ഓണക്കാലത്ത് 2025 ഈ ഓണക്കാലത്ത് നമ്മൾ ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് പുല്ലോക്കാരൻ ജ്വല്ലറി നൽകുന്നത്? മേലെ എല്ലാ പർച്ചേസിനും നമ്മളൊരു സാരി കൊടുക്കുന്നുണ്ട്. അരപ്പന മേലെ എല്ലാ പർച്ചേസിനും നമ്മളൊരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വ്യാപാരിയുടെ സമ്മാനോത്സവത്തിൻ്റെ കൂപ്പണുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നാളെല്ലാം ഹോൾസെയിൽ റേറ്റാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഓഫർ ഈ പ്രാവശ്യം. സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ, സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വിലയിൽ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ കച്ചവടത്തിന് ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത്? വില കൂടുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. പക്ഷേ എക്സ്ചേഞ്ചിന് അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. പഴയത് മുതൽ വില ആയതുകൊണ്ട് ആർക്കും അത്ര കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. വില കൂടുമ്പോഴും ഈ സ്വർണം ഒരു വലിയ അസറ്റായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു സ്വർണം കൂടുതൽ ശേഖരിച്ച് വെക്കുന്ന ഒരു രീതിയുള്ളത് കൊണ്ട് തന്നെ കച്ചവടത്തെ അത്രയും അങ്ങോട്ട് ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വില കൂടുന്നതുകൊണ്ട് ആൾക്കാർക്ക് എന്തായാലും നഷ്ടം കുറവാണല്ലോ. ബാങ്കിലുണ്ടാക്കാളൊക്കെ എന്തുകൊണ്ടും ലാഭകരമാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് ആൾക്കാർ മേടിക്കും, കുഴപ്പമുണ്ടാവില്ല. പുതിയ കളക്ഷൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സാധാരണക്കാർക്കൊക്കെ ഏറ്റവും നന്നായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മാലയൊക്കെ 1 ഗ്രാം മുതൽ താഴെ തൊട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. അതുമാതിരി ഇപ്പോൾ വലിയവർക്കുള്ള 2 ഗ്രാം മുതൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണ പാർട്ടികൾക്ക് നമ്മൾ 2.5% മുതൽ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുല്ലോക്കാരൻ ജ്വല്ലറി പുതുക്കാടിൻ്റെ അഭിമാനമായി മാറുകയാണ്. ജോസേട്ടൻ, എങ്ങനെയാണ് ഈ ഒരു പുതുക്കാട്ടത്തെ ജനങ്ങളുടെ ഒരു ഈ പുല്ലോക്കാരൻ ജ്വല്ലറിയിലുള്ള ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനമാണ്, നല്ല കോഓപ്പറേഷൻ ഉണ്ട്. എല്ലാവരും ധാരാളം സഹകരണം കാണുന്നുണ്ട്. ഞങ്ങളൊരു 1957 എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ഞങ്ങൾക്ക് കൊടകരയും കോടാലിയിലും പുതുക്കാടാണ് ജ്വല്ലറികൾ ഉള്ളത്. അപ്പോൾ പുതുക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടാമതൊരു ചോയ്സ് ഇല്ല.
പുല്ലോക്കരൻ ജ്വല്ലറി തന്നെയാണ് പുതുക്കാട്ടുകാരുടെ ചോയ്സ് എന്ന് പറയുന്നത്. നഗരത്തിലെ വലിയ ജ്വല്ലറികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് സാധാരണക്കാർക്ക് താങ്ങും തണലുമായി പുല്ലോക്കരൻ ജ്വല്ലറി മാറുന്നത്. 2025 ഓണത്തെ ഏറ്റവും മികച്ച വൈബാക്കി മാറ്റുകയാണ് പുല്ലോക്കരൻ ജ്വല്ലറി. കോടാലിയിലെ ഏറ്റവും വലിയ വസ്ത്രശേഖരമായാണ് ഈ ഓണക്കാലത്ത് ഷാരഡീസ് സാരി കേന്ദ്ര എത്തിയിരിക്കുന്നത്. ഗുണമേന്മയിലും വിലക്കുറവിലും വിട്ടുവീഴ്ചയില്ലാത്ത ഷാരഡീസിൽ അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു. ഓണക്കാലമെന്നാൽ പുത്തൻ വസ്ത്രങ്ങളുടെ ഉണർവ് കാലം കൂടിയാണ്. ഓണത്തിന് ഓണക്കോടി എന്നത് മലയാളികളുടെ ഒരു ശീലമാണ്. പതിറ്റാണ്ടുകളായി കോടാലി ദേശക്കാരെ ഓണക്കോടി ഉടുപ്പിക്കുന്നത് കോടാലി ഷാരഡീസാണ്. ഞങ്ങൾ ഇപ്പോൾ മാവേലിയുടെ ഷോപ്പിംഗ് വൈബ് എത്തി നിൽക്കുന്നത് കോടാലി ഷാരഡീസിലാണ്. എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഉപഭോക്താക്കൾ എത്രത്തോളം ആവേശത്തിലാണ് ഇവിടേക്ക് വരുന്നത്? ഈ വർഷം വളരെ വിപുലമായിട്ടുള്ള ഇതുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഇത് കാരണം കുറച്ച് മന്ദഗതി ഉണ്ടായിരുന്നു. ഈ വർഷം നല്ല ഉഷാറായിട്ടുള്ള ഓണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മൾ ഈ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ ഓണസമ്മാനങ്ങളാണ് ഷാരഡീസ് നൽകുന്നത്? ഈ തവണ ഓണത്തിന് ഞങ്ങൾ 3000 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നവർക്ക് 300 രൂപയുടെ സൗജന്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സ്കീമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുവേണ്ട ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും ഷാരഡീസിൽ വിപുലമായ കളക്ഷനുകളാണ് ഈ 2025 ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഉപഭോക്താക്കൾക്കും കോടാലി ഷാരഡീസിൻ്റെ ഓണാശംസകൾ. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് തലൂർ സർവീസ് സഹകരണ ബാങ്ക് മികവ് 2025 കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AG ബൈജു അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു മുഖ്യ അതിഥിയായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് K സത്യവർദ്ധൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് KA അനിൽകുമാർ, പഞ്ചായത്ത് അംഗം ട്രീസ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ കുട്ടൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം CV സന്തോഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM വാസുദേവൻ, CU പ്രിയൻ, ഔസേപ്പ് വൈക്കാടൻ, AG രാജേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് KSEB പോസ്റ്റുകളിൽ പടർന്നു കയറുന്ന കാടും വള്ളികളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ആവശ്യം ഉയരുന്നു. സംരക്ഷണ ഭിത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോർമറുകളുടെ ചുറ്റും സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്നും പ്രത്യേകിച്ച് സ്കൂൾ പരിസരത്തും സ്കൂളിലേക്കുള്ള വഴിയിലുമുള്ള ട്രാൻസ്ഫോർമറുകൾക്ക് ആവശ്യമായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നുമാണ് ആവശ്യം. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി വേണമെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് KSEB ബോർഡ് സംസ്ഥാന ചെയർമാന് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നിവേദനം നൽകി. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ OSA സംഘടിപ്പിക്കുന്ന ഷൂട്ടൌട്ട് ടൂർണമെന്റ് ഞായറാഴ്ച രാവിലെ 9 സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത്. വിജയിക്കുന്ന ടീമിന് ട്രോഫിയും 3000 രൂപയും, രണ്ടാം സ്ഥാനക്കാർക്ക് ട്രോഫിയും 2000 രൂപയും, മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫിയും 1000 രൂപയും ലഭിക്കും. മികച്ച പ്ലെയർ, മികച്ച ഗോൾ കീപ്പർ എന്നിവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ ഉണ്ടായിരിക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ കേരള സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീം കോച്ച് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 8921
282212 അല്ലെങ്കിൽ 9388919091. അന്താരാഷ്ട്ര അവാർഡിൽ തിളങ്ങി മനം കവരുകയാണ് അഞ്ജലി മുകുന്ദത്തിന്റെ കുറുമാലിപ്പുഴ. ഇന്ത്യൻ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിലെ മികച്ച ഗാനങ്ങളിൽ ഒന്നായാണ് കുറുമാലിപ്പുഴ തിരഞ്ഞെടുക്കപ്പെട്ടത്. അബുദാബിയിൽ സ്ഥിരതാമസമാക്കിയ തൃശൂർ അടാട്ട് സ്വദേശിനി അഞ്ജലി മുകുന്ദമാണ് ഈ ഗാനം രചനയും സംഗീതം സംവിധാനവും ചെയ്തത്. കുറുമാലിപ്പുഴ എന്ന ഗാനത്തിന്റെ പശ്ചാത്തലമാണ് അനൂപ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കൺമഷി എന്ന ഹ്രസ്വചിത്രത്തിലേക്ക് നയിച്ചതെന്ന് അഞ്ജലി പറയുന്നു. പ്രോഗ്രാമറും ഇരിങ്ങാലക്കുട സ്വദേശിയുമായ വിഷ്ണു സി ശർമ്മയാണ് ഈ ഗാനത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായ കൺമഷിയെ അവതരിപ്പിച്ചത് അഞ്ജലിയായിരുന്നു. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ കൺമഷിക്ക് ലഭിച്ചിരുന്നു. 2500ഓളം വരുന്ന ഗാനങ്ങളിൽ നിന്നാണ് കുറുമാലിപ്പുഴ മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ബിരുദം നേടിയ അഞ്ജലി കോവിഡ് കാലത്ത് തന്റെ ഡാറ്റ സയൻസ് ജോലി ഉപേക്ഷിച്ച് സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ കുടുംബ പരദേവത ക്ഷേത്രമായ കുറുമാലിക്കാവ് ഭഗവതിയുടെ ബന്ധമുള്ള ഗാനത്തിൽ സംഗീതം നൽകാനും ഗാനം ആലപിക്കാനും സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അഞ്ജലി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഗ്രാമിന് 15 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 9405 രൂപയായാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. പവന്റെ വില 120 രൂപ ഉയർന്ന് 75,240 രൂപയായി. നിലവിൽ 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 82,000 രൂപ നൽകേണ്ടി വരും. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് 800 രൂപയാണ്. ബുധനാഴ്ച 14 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില 75,000 കടക്കുന്നത്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം 916 ഹാൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില 126 രൂപയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒഡീഷയ്ക്ക് മുകളിൽ കരകയറി. പുതിയൊരു ന്യൂനമർദ്ദത്തിന് കൂടെ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 ദിവസം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുകളുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 29-ന് കോളേജിൽ വെച്ച് 10 മണി മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും പുതുതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 0477-275-1346 അല്ലെങ്കിൽ 6282421915. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,405 രൂപ, പവന് 75,240 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ കിഴക്കുമുറി മരാശ്ശേരി കരുണാകരൻ ഭാര്യ ഉഷ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ഞെള്ളൂർ തലയേക്കാട്ടിൽ പത്മിനിയമ്മ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ശശിധരനാണ് ഭർത്താവ്. ശാലിനി, ശാന്തി എന്നിവർ മക്കളും വേണുഗോപാൽ, രാജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ.
മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഓണം മൂഡിൽ മലയാളികൾ, നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന് പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.